ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോൺസ്റ്റബിൾ കനകം എന്ന സീരീസ് ആണ്. ഒരു ഗ്രാമവും അതിനടുത്തുള്ള ഒരു കാടും. ആ കാട്ടിലേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നാണ് ആ ഗ്രാമത്തിലുള്ളവർ വിശ്വസിക്കുന്നത്. അതിനിടയ്ക്ക് ആ ഗ്രാമത്തിലെ പെൺകുട്ടികളെ എല്ലാം തന്നെ കാണാതെയാകുന്നു. പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിലുള്ള രഹസ്യം കണ്ടെത്തി ഇറങ്ങുകയാണ് നമ്മുടെ നായിക. അപ്പൊ നമുക്ക് കഥയിലേക്ക് അടക്കാം. അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റായ്പല്ല എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ഒരു പെൺകുട്ടി ആ ഗ്രാമത്തിലേക്ക് വന്ന് ബസ് ഇറങ്ങുന്നു. അവളെ വിളിക്കാൻ അവളുടെ ചേട്ടൻ വരുമെന്ന് പ്രതീക്ഷയായിരുന്നു അവൾ അവിടെ ഇറങ്ങിയത്. എന്നാൽ അവളുടെ ചേട്ടനെ കാണാത്തത് കാരണം കണ്ടക്ടർ അവളോട് പറയുന്നുണ്ട് സൂക്ഷിച്ചു പോകണമെന്നും അടവികുട്ട എന്ന് പറയുന്ന ഫോറസ്റ്റ് ഏരിയയിലേക്ക് നീ പോകാനും പാടില്ല എന്നും. സൂക്ഷിച്ചു പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവൾ ആ കാട്ടിലൂടെ നടക്കാൻ ആരംഭിച്ചു. ബസ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ അവളുടെ സഹോദരനെ കണ്ടിട്ട് കണ്ടക്ടർ അയാളോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരി അവിടെ ബസ് ഇറക്കി വിട്ടിട്ടുണ്ട്, പെട്ടെന്ന് അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാൻ. അവളുടെ സഹോദരനാകട്ടെ വണ്ടി കേടായ കാരണം വഴിയിൽ നിൽക്കുകയായിരുന്നു. സഹോദരിയെ തേടി ബസ് സ്റ്റോപ്പിലേക്ക് അയാൾ പോകുന്നു. എന്നാൽ ആ പെൺകുട്ടി ഷോർട്ട് കട്ട് വഴി പോകുന്ന സമയത്ത് കുടിയന്മാരായ 2 പേര് ആ പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട്. പേടിച്ചു പോയ അവൾ ഓടി ഓടി നേരെ ചെന്ന് നേരത്തെ കണ്ടക്ടർ പോകരുതെന്ന് പറയുന്ന ആ അടവികുട്ട എന്ന് പറയുന്ന ഫോറസ്റ്റ് ഏരിയയിലേക്കാണ്. ആ ചെക്ക് പോസ്റ്റ് കടന്ന് കാടിനുള്ളിലേക്ക് അവൾ കടന്നതും അവളുടെ പിറകെ വന്ന കുടിയന്മാര് പേടിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. ആ പെൺകുട്ടിയെ വിട്ടേക്ക്, അങ്ങോട്ട് നമുക്ക് പോകണ്ട, അവിടേക്ക് പോയി ആരും തിരിച്ചു വന്നിട്ടില്ലെന്നാണ് ഗ്രാമത്തിലുള്ളവർ പറയുന്നത്, അതുകൊണ്ട് അത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. ആ പെൺകുട്ടിയുടെ സഹോദരൻ അവളെ അന്വേഷിച്ച് നടന്നെങ്കിലും അവളെ എവിടെയും കണ്ടില്ല. വഴിതെറ്റി കാടിനുള്ളിൽ വന്ന പെൺകുട്ടിയെ ആരോ പിടിച്ചുകൊണ്ടു പോകുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും കാണാതായ പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇതിനു മുൻപും ഒരുപാട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ദേ ഒരു പെൺകുട്ടി കൂടി വന്നിരിക്കുന്നു. തന്റെ സഹോദരിയെ കാണാനില്ല എന്നും എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണമെന്നും പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ പോയി SIയോട് സംസാരിച്ചെങ്കിലും അവർക്കാർക്ക് ഈ കേസൊന്നും അന്വേഷിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ ആയ സാമ്പയ്ക്ക് മാത്രമേ ജോലി മര്യാദയ്ക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതേ സ്റ്റേഷനിലും തന്നെ കോൺസ്റ്റബിൾ ആണ് നമ്മുടെ നായികയായ കനകം. അവൾ ഇതുവരെയും ജോലിക്കെത്താത്തത് കാരണം SI ആകെ കലിപ്പിലായിരുന്നു. കനകം ജോലിക്ക് വേണ്ടിയിട്ട് മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. നേരത്തെ പറഞ്ഞ കോൺസ്റ്റബിൾ സാമ്പ എന്ന് പറയുന്ന ആളുടെ വീട്ടില് ഗസ്റ്റ് ആയിട്ടാണ് അവൾ താമസിക്കുന്നത്. അവളുടെ ഉറ്റ സുഹൃത്തായിരുന്നു ചന്ദ്രിക. മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടെ ഒരു പ്രത്യേക കലാരൂപം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രികയും വന്നത്. ചന്ദ്രികയോട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവൾ പെട്ടെന്ന് റെഡിയായി സ്റ്റേഷനിലേക്ക് വരുന്നു. ലേറ്റായി വന്ന കാരണം അവൾക്ക് SIയുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ തന്നെ മറ്റൊരു കോൺസ്റ്റബിൾ ആയ സത്യബാബുവിന് അവളെ ഒട്ടും ഇഷ്ടമല്ല. കാരണം അവള് മാത്രമാണ് അവിടുത്തെ ലേഡീസ് കോൺസ്റ്റബിൾ. ആ ഒഴിവിലേക്ക് ആരും വരില്ല എന്നും ആ സ്ഥാനത്തേക്ക് തന്റെ സഹോദരനെ കയറ്റാമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സത്യബാബു. പക്ഷെ അയാളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് ഒരുപാട് ദൂരെയായിട്ട് പോലും അവൾ ഈ ജോലിക്ക് എത്തിയത്. കാരണം സത്യബാബുവിന് ഇവളോടൊരു ദേഷ്യമുണ്ട്. ആ ഗ്രാമത്തില് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അവർ കനകത്തിനെയാണ് അവിടേക്ക് പറഞ്ഞു വിടുന്നത്. അമ്പലത്തിലെ ഉത്സവം എല്ലാം തന്നെ ആ ഗ്രാമത്തിലെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ആരംഭിക്കുന്നത്. കാലിന് സ്വാധീനമില്ലാത്ത അയാൾ വീൽചെയറിലായിരുന്നു. എല്ലാവർക്കും അയാളോട് വലിയ റെസ്പെക്ട് ആണുള്ളത്. കനകൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ രാംബാബു എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ ചെറിയൊരു പന്നിക്കുട്ടി ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സ്ത്രീകളുടെ മുഖത്തേക്ക് തന്റെ കയ്യിലെ വാച്ചിന്റെ വെട്ടം പതിപ്പിച്ച് അവരെയൊക്കെ ശല്യം ചെയ്യുകയായിരുന്നു അയാൾ. ഇത് കണ്ടിട്ട് കനക അയാളുടെ കയ്യിലടിക്കുന്നു. അയാളുടെ വാച്ച് ചെറുതായിട്ട് പൊട്ടി. അയാളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും ഓടിച്ചു വിട്ടു കനകം. ആ സമയം ചന്ദ്രികയാകട്ടെ തന്റെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ കൂടെ അവിടെ പ്രോഗ്രാം ചെയ്യുകയായിരുന്നു. മറ്റൊരു സൈഡിൽ ഹനുമൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടി ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നു. അങ്ങനെ ആ ഏരിയ മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ചന്ദ്രികയുടെ പ്രോഗ്രാം നടക്കുന്നതിനിടയ്ക്ക് അവരുടെ ഗ്രൂപ്പിലെ ബാബ്ജി എന്ന് പറയുന്ന ഒരാളാകട്ടെ അറിയാതെ കാല് തട്ടി അവളുടെ ദേഹത്തേക്ക് വീഴുന്നു. എന്നാൽ ദേഷ്യം വന്ന ചന്ദ്രിക അവന്റെ മുഖത്തടിക്കുന്നു. കുറെ പ്രാവശ്യമായിട്ട് അവനിങ്ങനെ തന്നെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും പലപ്പോഴും പ്രോഗ്രാമിനിടെ അവനിത് ആവർത്തിച്ചിട്ടുണ്ടെന്നും ചന്ദ്രിക പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ വഴക്കായി. ചന്ദ്രിക തന്നെ അടിച്ചത് കാരണം ബാബ്ജി ആകെ ദേഷ്യത്തിൽ അവളെ നോക്കി നിൽക്കുകയാണ്. പ്രശ്നം വഷളാക്കണ്ടെന്ന് കരുതിയിട്ട് കനകൻ ചന്ദ്രിക അവിടെ നിന്നും വിളിച്ചുകൊണ്ടുപോയി. അതിനുശേഷം ഇവര് പോയി പ്രസാദം വാങ്ങിക്കുകയും അവരുടെ പേരിൽ അർച്ചന നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ സമയം സത്യബാബു ആകട്ടെ അവിടുത്തെ മൈക്കിലൂടെ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്, 8 മണിക്ക് ശേഷം ഇവിടുത്തെ പെൺകുട്ടികളാരും പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാവരും അതിനു മുൻപ് തന്നെ വീട്ടിലെത്തിയിരിക്കണമെന്ന്. കാരണം ഓൾറെഡി ഒരുപാട് പെൺകുട്ടികളെ കാണാതായിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് ചന്ദ്രികയുടെ പിറന്നാളാണ്. രാത്രിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്തത് കാരണം എന്തായാലും 12 മണിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവളെയും വിളിച്ചുകൊണ്ട് നേരത്തെ തന്നെ കനകം അവർ സ്ഥിരമായിട്ട് ഇരിക്കാറുള്ള സ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ച് അവളുടെ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ആഘോഷം കളറാക്കാൻ വേണ്ടിയിട്ട് 2 പേരും കയ്യിൽ കരുതിയിരുന്ന കള്ള് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. കള്ള് കുടിച്ച് അത്യാവശ്യം കിക്കായ അവർ 2 പേരും രാത്രിയിൽ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയ്ക്ക് അറിയാതെ വഴിതെറ്റി അടവികുട്ട എന്ന് പറയുന്ന ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടക്കുന്നു. പെട്ടെന്നൊരു ചെറിയ പന്നി അവരുടെ മുന്നിൽ ക്രോസ് ചെയ്തു പോയതും പേടിച്ചു പോയ അവരാകട്ടെ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും താഴേക്ക് വീഴുന്നു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന കാക്കകളെല്ലാം ബഹളത്തോടുകൂടി അവിടെ നിന്നും പറന്നുപോയി. കയ്യിൽ തീപ്പന്തവുമായിട്ട് ആരോ അതുവഴി പോകുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നു. അവിടെയാണ് സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു പയ്യനിരുന്ന് എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്യുന്നതും ഒരു പെൺകുട്ടിയുടെ കഴുത്തിറക്കുന്നതുമാണ്. അതിനുശേഷം സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലേക്ക് വരുന്ന കനകത്തിനെയാണ്. അവളുടെ കഴുത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു. സാമ്പ അവളെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. തലേന്ന് രാത്രി വണ്ടിയിൽ നിന്ന് വീണതാണെന്ന് അവൾ പറയുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചന്ദ്രികയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ
വീട്ടുകാർ അവിടേക്ക് വരുന്നത്. അത് കേട്ട് കനക ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരുന്നു. തലേന്ന് നടന്ന സംഭവങ്ങളെ പറ്റി അവൾ ആലോചിക്കുന്നു. പന്നിക്കുട്ടിയെ കണ്ട് പേടിച്ച് രണ്ടുപേരും വണ്ടിയിൽ നിന്ന് വീണെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ബോധം വന്നു. അവർ എങ്ങനെയൊക്കെയോ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തി. കനകത്തിനായിരുന്നു നല്ല മുറിവുണ്ടായിരുന്നത്. കനകത്തിന് ഇഞ്ചക്ഷൻ എടുക്കണമെന്നും അവിടെ തന്നെ ഒരു ട്രിപ്പ് ഇട്ട് കിടക്കണമെന്നും പറയുന്നു. ഇഞ്ചക്ഷനൊക്കെ തനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അവൾ ബഹളം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഡോക്ടറിന്റെ അടുത്തിരുന്ന ഫയലുകളെല്ലാം താഴേക്ക് വീഴുന്നുണ്ട്. അവൾ പെട്ടെന്ന് ഫയലെല്ലാം മുകളിലേക്ക് എടുത്തു വെച്ചു. താൻ ചന്ദ്രികയെ വീട്ടിൽ കൊണ്ട് വിട്ട ശേഷം ട്രിപ്പ് ഇട്ട് കിടക്കാൻ വേണ്ടി ഇവിടേക്ക് വരാമെന്ന് കനകം പറഞ്ഞെങ്കിലും ഡോക്ടർ കേട്ടില്ല. അവിടെയുള്ള സിസ്റ്റർ നിർമ്മലയുടെ കൂടെ ചന്ദ്രിക വീട്ടിലേക്ക് പോയിക്കോട്ടെ, താൻ എന്തായാലും ഇവിടെ ട്രിപ്പ് ഇട്ട് കിടക്കാനാണ് ഡോക്ടർ പറയുന്നത്. അത് കാരണം സിസ്റ്റർ നിർമ്മലയുടെ കൂടെ ചന്ദ്രിക പോയി. പക്ഷെ അവൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. നീയും ചന്ദ്രികയും ഇത്രയ്ക്ക് കൂട്ടായത് എങ്ങനെയാണെന്ന് എസ് എ അവളോട് ചോദിക്കുമ്പോഴാണ് കനകം പറയുന്നത് താൻ ആദ്യമായിട്ട് ജോലിക്ക് വേണ്ടി ഈ ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് ഏതാണെന്ന് അറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ചന്ദ്രിക അവിടേക്ക് വന്നത്. കനകത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രിക തന്റെ വണ്ടിയിൽ കനകത്തിനെ കയറ്റി. അങ്ങനെ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുകയും അവർ രണ്ടുപേരും ബുക്കുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് അറിഞ്ഞിട്ട് പരസ്പരം ബുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്ത് നല്ല സുഹൃത്തുക്കളായി മാറി. ചന്ദ്രിക സിസ്റ്ററിന്റെ കൂടെയാണ് പോയതെങ്കിൽ പിന്നെ എങ്ങോട്ട് പോയിന്ന് അറിയാൻ വേണ്ടിയിട്ട് സിസ്റ്ററിനെ വിളിച്ച് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോഴാണ് ആ സിസ്റ്റർ നടന്ന കാര്യങ്ങൾ പറയുന്നത്. ചന്ദ്രികയുടെ കൂടെയാണ് കാട്ടുപാതയിലൂടെ അവർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ സിസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ കാമുകം വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ചന്ദ്രിക അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് പോയിക്കോ, ഞാൻ തനിയെ പോയിക്കൊള്ളാമെന്ന്. അങ്ങനെ സിസ്റ്ററിനെ അവരുടെ കാമുകന്റെ കൂടെ വിട്ടിട്ട് ചന്ദ്രിക ഒറ്റയ്ക്കാണ് പോയത്. അവൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. അവൾ ഏത് വഴിയാ പോയതെന്ന് ചോദിച്ചപ്പോൾ അടവുകുട്ട ഫോറസ്റ്റിന്റെ ഏരിയയിലൂടെയാണ് അവൾ പോയതെന്ന് സിസ്റ്റർ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. എന്താണെങ്കിലും ഈ കേസിൽ ആ സിസ്റ്ററും കനകവും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കാരണം കനകത്തിനോട് എവിടോട്ട് പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കാൻ എസ് ഐ പറയുന്നു. ആ ടൈമില് കനകത്തിന് ഓർമ്മ വരുന്നുണ്ട് ബാബ്ജിയുമായിട്ട് ചന്ദ്രിക വഴക്കുണ്ടാക്കിയ കാര്യം. ചിലപ്പോൾ ബാബ്ജി ചന്ദ്രികയെ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതിയിട്ട് അവൾ നടന്ന സംഭവങ്ങൾ എസ് ഐയോട് പറയുന്നു. അങ്ങനെ അവർ ബാബ്ജി അന്വേഷിച്ച് അവന്റെ വീട്ടിൽ പോയപ്പോ അവനെ അവിടെ എങ്ങും തന്നെ കാണുന്നില്ല. ആ സമയം നദിയിൽ നിന്നും ഒരു ബോഡി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരുന്നു. അത്യാവശ്യമായിട്ട് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫയല് ആ ഏരിയയിലേക്ക് കൊണ്ടുകൊടുക്കണം. അത് കാരണം സാംബ കനകത്തിനെയാണ് അവിടേക്ക് പറഞ്ഞു വിടുന്നത്. അവൾ ആ ഫയലുമായിട്ട് എസ് ഐയുടെ അടുത്തെത്തുമ്പോൾ വല്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം ആ ബോഡി ചന്ദ്രികയുടേതാണോ എന്ന് അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് കനകവും എസ് ഐയും ഒരുമിച്ച് ഞെട്ടുന്നത്. കാരണം ആ ബോഡി ചന്ദ്രികയുടേതായിരുന്നില്ല, ബാബ്ജിയുടേതായിരുന്നു. ചന്ദ്രികയുടെ തിരോധാനത്തിന് പിന്നിൽ ബാബ്ജിയാണെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ ബാബ്ജി തന്നെ ഇപ്പോൾ മരിച്ച നിലയിൽ കിടക്കുന്നു. അവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ്. ആനന്ദറാവു എന്ന് പറയുന്ന ഒരാളുടെ മകനാകട്ടെ തന്റെ കൂട്ടുകാരനെ തല്ലിയിരിക്കുന്നു. കാരണം ചോദിച്ചപ്പോൾ അയാളുടെ മകൻ പറയുന്നത് അവൻ എന്റെ മാത്രം കൂട്ടുകാരനാണെന്നും മറ്റാരുടെയും കൂടെ കൂട്ടുകൂടുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും അതുകൊണ്ട് അവനെ താൻ അടിച്ചതെന്ന്. ഇത് കേട്ടിട്ട് ആനന്ദറാവുവിന് ദേഷ്യം വരുന്നു. വീട്ടിലെത്തിയ അയാളുടെ മകനെ ഒരുപാട് തല്ലി. അവന്റെ അമ്മ ശ്യാമളയായിരുന്നു അവന്റെ ഏക ആശ്രയം. വിഷമിച്ചിരുന്ന അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അവന് കൂട്ടിനായിട്ട് അവർ ഒരു നായ്ക്കുട്ടിയെ കൊണ്ടുകൊടുക്കുന്നു. ആ നായ്ക്കുട്ടി അവന്റെ കാലിൽ നക്കുകയും എപ്പോഴും അവന്റെ കൂടെ കളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം അവൻ നോക്കുമ്പോ ആ നായ്ക്കുട്ടി തന്നോട് പെരുമാറുന്ന പോലെ തന്നെ തന്റെ അച്ഛന്റെ അടുത്തും പോയി നിന്ന് അച്ഛന്റെ കാലിൽ നക്കുകയും അച്ഛന്റെ കൂടെ കളിക്കുന്നതും കാണുന്നു. ഇത് കണ്ട് അവന് ദേഷ്യം വരുന്നു. നായ്ക്കുട്ടി തന്റേത് മാത്രമാണെന്നും അവൻ മറ്റാരുടെ അടുത്തേക്ക് പോകുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവൻ ആ നായ്ക്കുട്ടിയെ തീയിലേക്ക് കൊണ്ടിടുന്നു. ഇത് കണ്ട് അവന്റെ അച്ഛനാകട്ടെ ആ നായ്ക്കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ചത്തുപോയിരുന്നു. ദേഷ്യം വന്ന അയാളെ തന്റെ ബെൽറ്റൂരി അവനെ ഒരുപാട് തല്ലി. എന്നാൽ അവന്റെ അമ്മ അവന്റെ മുറിവുകളിലൊക്കെ മരുന്ന് വെച്ചു. അവസാനം അവൻ അമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് ആരും വേണ്ട, അമ്മ മാത്രം മതിയെന്ന്. അമ്മ എന്റെ കൂടെ മാത്രം നിന്നാ മതി, എന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അവന്റെ അമ്മ അവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. പക്ഷെ അന്ന് രാത്രി അവൻ നോക്കുമ്പോ അവന്റെ അമ്മ അവന്റെ അച്ഛന്റെ കൂടെ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നത് അവൻ കാണുകയും ആ ദേഷ്യത്തില് അവൻ അവന്റെ അമ്മയെ ടെറസിൽ നിന്ന് തള്ളിയിടുകയും ചെയ്യുന്നു. കാരണം അവൻ ആഗ്രഹിച്ചിരുന്നത് അമ്മ തന്റേത് മാത്രമായിട്ട് തന്റെ കൂടെ നിൽക്കണമെന്നാണ്. അവന്റെ അച്ഛന്റെ കൂടെ പോലും അവന്റെ അമ്മ സംസാരിക്കുന്നതോ ക്ലോസ് ആകുന്നതോ അവൻ ഇഷ്ടമല്ലായിരുന്നു. ആ സീൻ അവിടെ കട്ടായി. വീണ്ടും നമ്മൾ റാപ്പൽ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് വരികയാണ്. ചന്ദ്രികയുടെ ഫാമിലി അത്യാവശ്യം നല്ല പിടിപാടുള്ളവരാണ്. മുകളിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞത് കാരണം എസ് ഐക്ക് ആ കേസ് സീരിയസ് ആയിട്ട് അന്വേഷിച്ചെങ്കിലേ പറ്റൂ. ആ കേസ് കനകത്തിന് കൊടുക്കാമെന്ന് സാംബ പറഞ്ഞെങ്കിലും എസ് ഐക്കും അവളെ അത്ര ഇഷ്ടമല്ല. അത് കാരണം ആ കേസ് അയാൾ ഏൽപ്പിക്കുന്നത് സത്യബാബുവിനെയാണ്. കനകൻ ചന്ദ്രികയുടെ പോസ്റ്റർ അവിടെയെല്ലാം ഒട്ടിക്കാൻ നേരത്തെ സഹോദരിയെ കാണാതെ പോയ ആ പയ്യനില്ലേ, അയാൾ വന്ന് കനകത്തിനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ സഹോദരിമാരെ കാണാതായപ്പോ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നു. ഇപ്പൊ നിങ്ങളുടെ തന്നെ ഒരു സുഹൃത്തിനെ കാണാതായിരിക്കുന്നു. നിങ്ങൾ ഇനി ആരോട് പോയി പറയും? കനകൻ ചന്ദ്രികയെ പറ്റി ആലോചിക്കുന്നു. ചെറുപ്പത്തിൽ കനകത്തിന് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടതാണ്. ചന്ദ്രികയിൽ നിന്നും കനകത്തിന് കിട്ടിയിരുന്നത് ഒരമ്മ തരുന്ന പോലുള്ള സ്നേഹമായിരുന്നു. ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഉത്സവത്തിന്റെ ചടങ്ങുകൾക്ക് ഒരു മുടക്കവും വരാൻ പാടില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ബാബ്ജി മരിച്ചത് കാരണം അവരുടെ ഗ്രൂപ്പിലെ അംഗങ്ങള് പെർഫോം ചെയ്യുന്നില്ല. പക്ഷെ അതിനു പകരം പുറത്തുനിന്ന് വേറെ ആൾക്കാരെ പ്രസിഡന്റ് കൊണ്ടുവരുന്നു. എന്തൊക്കെ വന്നാലും ഉത്സവം മുടങ്ങില്ല എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. ബാബ്ജിയെ പറ്റി കൂടുതൽ അന്വേഷിച്ച് കനകം പോകുമ്പോൾ കനകത്തിന് മനസ്സിലാകുന്നുണ്ട് ബാബ്ജിക്ക് ചന്ദ്രികയോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. കാരണം ബാബ്ജി ചന്ദ്രികയെ ഓൺസൈഡായിട്ട് പ്രണയിച്ചുകൊണ്ടിരുന്നതാണ്. അന്ന് അവളുടെ ശരീരത്തിൽ അവൻ മനഃപൂർവ്വം തൊട്ടതൊന്നുമല്ല. കൂടെ ഉണ്ടായിരുന്ന കളിക്കാരന്റെ കാല് സ്ലിപ്പായി അവന്റെ ശരീരത്തിൽ വന്നിടിക്കുകയും അറിയാതെ പോയി അവൻ ചന്ദ്രികയുടെ മുകളിലേക്ക് വീഴുകയും ചെയ്തതാണ്. പലപ്പോഴും ഇതുതന്നെയായിരുന്നു നടന്നിരുന്നത്. പക്ഷെ ചന്ദ്രിക അതിനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ ബാബ്ജിയുടെ കൂട്ടുകാർ
കൂട്ടുകാരൻ സുരേഷ് പറഞ്ഞാണ് കനക അറിയുന്നത്. തന്റെ മനസ്സിലുള്ള ഇഷ്ടം ചന്ദ്രികയോട് തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് രാത്രി അവൻ കള്ളും കുടിച്ചിട്ട് അവിടെ നിന്ന് പോയത്. പിറ്റേന്ന് അവന്റെ ഡെഡ് ബോഡിയാണ് കണ്ടത്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കനക ആകട്ടെ പ്രസിഡന്റിനോട് പോയി സംസാരിക്കുന്നു. ഈ നാട്ടിൽ നിന്ന് ഇത്രയും പെൺകുട്ടികളെ കാണാതായിട്ട് നിങ്ങൾ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്തിനാണെന്ന് അവൾ ചോദിക്കുന്നു. നിങ്ങൾ എല്ലാവരും സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ പറ്റൂന്ന് അവൾ പറയുമ്പോൾ അയാൾ അവളോട് ദേഷ്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അവിടേക്ക് വന്ന സത്യബാബുവിന്റെ കയ്യിലിരിക്കുന്ന ഈ കേസ് ഫയൽസ് കണ്ടിട്ട് മനഃപൂർവ്വം കനകത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയുന്നുണ്ട്, പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസിനെ പറ്റി നിങ്ങൾ എന്തിനാ എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതും കേട്ടുകൊണ്ടുവന്ന സത്യബാബു ആകട്ടെ കനകത്തിനോട് വഴക്കിടാൻ തുടങ്ങി. ആ കേസ് എസ് ഐ എന്നെയാണ് ഏൽപ്പിച്ചത്, ഞാൻ അന്വേഷിക്കേണ്ട കേസ് നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചിട്ട് സത്യബാബു കനകത്തിനോട് വഴക്കുണ്ടാക്കി. സ്റ്റേഷനിലെത്തി കഴിയുമ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ആയ സാംബയോടും അയാൾ ഇതിനെപ്പറ്റി പറയുന്നു. സത്യബാബു ഇത് എസ് ഐ അറിയിക്കുകയാണെങ്കിൽ കനകത്തിന് എസ് ഐയുടെ കയ്യിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കാരണം തൽക്കാലം അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സത്യബാബുവിന്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് സാംബയാകട്ടെ അവളോട് പറയുന്നുണ്ട്, നീ ചെയ്ത തെറ്റിന് പകരമായിട്ട് നീ ഇന്ന് രാത്രി അടവികുട്ട ഫോറസ്റ്റിന്റെ ആ ചെക്ക് പോസ്റ്റ് ഏരിയയിൽ കാവലായിട്ട് നിൽക്കണം. ഇന്ന് നിനക്ക് അവിടെയാണ് ഡ്യൂട്ടി. രാത്രിയിൽ ഒറ്റയ്ക്ക് അവളെ കാവൽ നിർത്തുന്നത് കേട്ടിട്ട് സത്യബാബുവിന് ശരിക്കും സന്തോഷം തോന്നി. അവൾ ഒരുപാട് വിഷമത്തോടുകൂടി രാത്രിയിൽ അവിടേക്ക് പോകുന്നു. എന്നാൽ അവൾ വിചാരിച്ച പോലെ അവൾ അവിടെ ഒറ്റയ്ക്കായിരുന്നില്ല. സത്യബാബുവിന്റെ മുന്നിൽ അങ്ങനെയൊക്കെ അഭിനയിച്ചെങ്കിലും സാംബ അവൾക്ക് കൂട്ടിനായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും ശരി, നീ ഫോറസ്റ്റിനുള്ളിലേക്ക് പോകരുത്, എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് സാംബ അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. അവൾ അങ്ങനെ കുറെ നേരം അവിടെ നിൽക്കുമ്പോൾ താനും ചന്ദ്രികയും ഒരുമിച്ച് ഇതുവഴി വന്ന കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അതൊക്കെ ഓർത്തുകൊണ്ട് അവൾ ആ കാടിനുള്ളിലുള്ള വഴിയിലേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് തങ്ങള് വീഴുന്ന ആ ദൃശ്യം മുന്നിലേക്ക് വന്നതും അവൾ പേടിച്ച് നിലവിളിച്ചു. അത് കേട്ടുകൊണ്ട് സാംബ അവിടേക്ക് വരുമ്പോഴാകട്ടെ അവൾ മുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എന്താ പറ്റി, നീ എന്താ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ തലയ്ക്ക് മുകളിലായിട്ട് കുറേയധികം കാക്കകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാലാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് ഈ കാക്കകളെ കണ്ടുകൊണ്ട് കനക സാംബയോട് പറയുന്നുണ്ട്, നമുക്ക് ഈ അടവികുട്ട വനത്തിനുള്ളിലേക്ക് പോയെങ്കിലേ പറ്റൂ, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് കണ്ടെത്തണം. സാംബയ്ക്ക് പേടി തോന്നിയെങ്കിലും കനകം ധൈര്യത്തോടുകൂടി മുന്നോട്ട് നടക്കാൻ ആരംഭിച്ചു. അവർ കുറെ ദൂരം മുന്നോട്ട് പോയി ഒരു നദിക്കരയിലെത്തി. അവിടെ നിറയെ കാക്കകളുടെ കൂട് കിടപ്പുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന മുട്ടകളെല്ലാം തന്നെ പൊട്ടിക്കിടക്കുന്നു. സാധാരണ ഇത്രയധികം കൂടുകൾ കാറ്റത്ത് താഴെ വന്ന് വീഴേണ്ടതല്ല, കാരണം കാക്കക്കൂടുണ്ടാക്കുന്നത് അത്ര നല്ല രീതിയിലാണ്. കാറ്റടിച്ചാലൊന്നും അത് താഴെ വീഴില്ല. ഇത് മനഃപൂർവ്വം ആരോ മരത്തിൽ നിന്നും താഴേക്കെടുത്തിട്ടതാണ്. പൊട്ടാത്ത മുട്ടകളുള്ള ഒരു കൂട് അവൾ കാണുന്നു. ആ കൂട്ടിൽ നിന്നും ഓരോ കമ്പുകളായിട്ട് അവളെടുത്ത് നദിയിലേക്ക് ഇടാൻ തുടങ്ങി. അതിൽ വ്യത്യസ്തമായ ഒരു കമ്പുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് അവളാകട്ടെ സാംബയോട് പറയുന്നുണ്ട്, ഇത് സഞ്ജീവനി വേരാണ്. കാക്കകൾ കൂടുകൂട്ടുമ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഈ വേരിന് വേണ്ടിയിട്ടാണ് ആരോ കാക്കയുടെ കൂടെടുത്തത്. ഈ വേര് അന്വേഷിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ദുർമന്ത്രവാദത്തിന് വേണ്ടിയിട്ടായിരിക്കും. അവരെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ചെറിയ പന്നിക്കുട്ടി പെട്ടെന്ന് അവരുടെ മുന്നിലൂടെ ചാടിപ്പോകുന്നു. പേടിച്ചുപോയി അവൾ താഴേക്ക് വീഴുന്നു. പെട്ടെന്നാണ് താഴെ കിടക്കുന്ന ഒരു വാച്ച് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചില്ലുപൊട്ടിയ ആ വാച്ച് അവൾ മുൻപ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഉത്സവത്തിനിടയ്ക്ക് സ്ത്രീകളെ ശല്യം ചെയ്ത രാംബാബുവിന്റേതായിരുന്നു ആ വാച്ച്. അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളുമായിട്ട് അവനെന്തെങ്കിലും ബന്ധം ഉണ്ടാകുമെന്ന് സംശയിച്ച് അവർ അവനെ കൈയോടെ കസ്റ്റഡിയിലെടുത്തു. അവനെ കുറെ അടിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് താൻ എന്തിനാണ് കാട്ടിലേക്ക് പോയതെന്ന് അവൻ പറയുന്നത്. തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പന്നിയിറച്ചിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കാട്ടിലേക്ക് പോയത്. പന്നി അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയി. ആ സമയം ആ ഫോറസ്റ്റിന്റെ അപകടങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കാതെ അവൻ ആ നദിയും കടന്ന് പന്നിയുടെ പിറകെ പോയി. ആ സമയം ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ മന്ത്രക്കളങ്ങളും അതിന് നടുക്കിരുന്ന് പൂജ നടത്തുന്ന ഒരാളും. അയാളുടെ മുഖം ഇയാൾ കണ്ടില്ല. പക്ഷെ അയാളുടെ ബാക്കിലായിട്ട് തൃശൂലത്തിന്റെ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. ഈ ഗ്രാമത്തില് ബാക്കിൽ തൃശൂലത്തിന്റെ ടാറ്റു ഉള്ള ആൾക്കാരെ കണ്ടെത്തണമെന്ന് കനകം വിചാരിക്കുന്നു. എന്നാൽ രാംബാബു പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ സത്യബാബുവിന് പറ്റുന്നുണ്ടായിരുന്നില്ല. എസ് ഐ ഇല്ലാത്ത സ്ഥിതിക്ക് വെറുതെ ഇതിന്റെ പിറകെ പോകണ്ടെന്നാണ് സത്യബാബു പറയുന്നത്. ഈ പ്രാവശ്യം സാംബയ്ക്കും സത്യബാബു പറയുന്നത് ശരിയാണെന്ന് തോന്നാൻ തുടങ്ങി. തൽക്കാലം ഇപ്പൊ അതിന്റെ പിറകെ പോകണ്ടെന്ന് കനകത്തിനോട് അയാളും പറയുന്നു. അതൊക്കെ കാരണം കനക ഒരുപാട് സങ്കടത്തിലായിരുന്നു. വൈകുന്നേരം അയാളാകട്ടെ കനകത്തിനെ കണ്ട് സംസാരിക്കുന്നു. രാംബാബു പറയുന്നത് സത്യമാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇന്ന് കാട്ടിൽ പോയിട്ട് ആ ആള് അവിടെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് കനകം പറയുന്നുണ്ട്, ഇന്ന് അയാൾ അവിടെ കാണാൻ സാധ്യതയില്ല. കാരണം രാംബാബു പറഞ്ഞ പ്രകാരം രാംബാബു അയാളെ കണ്ടത് പൗർണമി ദിവസത്തിലാണ്. പെൺകുട്ടികളെല്ലാം തന്നെ കാണാതായിരിക്കുന്നതും പൗർണമി ദിവസത്തിലാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബ്ലാക്ക് മാജിക് ആണെങ്കിൽ അത് അമാവാസി നാളിലാണ് സാധാരണ നടത്തുന്നത്. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പൗർണമി നാളിലാണ്. ഇനിയും 4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പൗർണമിയാണ്. ഈ പൗർണമിയിലും ചിലപ്പം ഏതെങ്കിലും പെൺകുട്ടിയെ കാണാതാകും. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് കാരണം പിറ്റേന്ന് സുരേഷിന്റെ സഹായത്തോടു കൂടി ആ നാട്ടില് എല്ലാവർക്കും പച്ചകുത്തി കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് കനകം പോകുന്നു. ആർക്കെങ്കിലും തൃശൂലം പച്ചകുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അത് പച്ചകുത്താനും നല്ല ധൈര്യം വേണം, അതുപോലെ തന്നെ അത് കുത്തുന്ന ആൾക്കും നല്ല ധൈര്യം വേണം. ധൈര്യശാലിയായ ഒരാളുടെ ശരീരത്തിൽ മാത്രമേ ശിവനുമായിട്ട് ബന്ധപ്പെട്ട ആ തൃശൂലം പച്ചകുത്താൻ പാടുള്ളൂ. ഗ്രാമത്തിലെ ആരുടെയും ശരീരത്തിൽ അവരാർക്കും അത് കുത്തിക്കൊടുത്തിട്ടില്ല. പിന്നീട് അത് ആരായിരിക്കുമെന്ന് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ആകട്ടെ കനകത്തിനോട് പറയുന്നുണ്ട്, ഈ ഗ്രാമത്തിലൊരു പെൺകുട്ടിയെ മറ്റൊരു നാട്ടിൽ നിന്നും ഒരാൾ വന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. അയാളുടെ ശരീരത്തിൽ ഒരുപാട് ടാറ്റു ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് അയാളെ ഒന്ന് പോയി കാണാം. രാജേഷ് എന്നാണ് അയാളുടെ പേര്. അങ്ങനെ ഇവർ ഈ രാജേഷിനെ തേടി പോകുന്നു.
ഈ രാജേഷിനാകട്ടെ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. രാത്രിയിൽ ഒളിച്ചും പാത്തും ഈ രാജേഷ് മറ്റൊരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്നത് കനകം കാണുന്നു. അവിടെ വെച്ച് അയാൾ ഡ്രസ്സൂരി. കനകം ഒളിച്ചു നോക്കുമ്പോഴാകട്ടെ രാജേഷിന്റെ ശരീരത്തിൽ തൃശൂലത്തിന്റെ ടാറ്റു ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, മറ്റെന്തോ ഒരു ടാറ്റു ആയിരുന്നു. അത് കാരണം താൻ ഉദ്ദേശിക്കുന്ന ആള് ഇതല്ല എന്ന് കനകത്തിന് മനസ്സിലായി. പക്ഷെ ഈ സംഭവമൊക്കെ പോലീസുകാരോട് പറഞ്ഞതോടുകൂടി രാജേഷിന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് നാട്ടിൽ ഫ്ലാഷ് ആവുകയും അയാളുടെ ഭാര്യ അയാളെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. ഇതൊക്കെ കാരണം സത്യബാബു കനകത്തിനെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുകയായിരുന്നു. അന്ന് ഉത്സവത്തിന്റെ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് പോയ കനകമാകട്ടെ അവിടെ പൂജയുടെ ഭാഗമായിട്ട് അവിടെയുള്ള ആണുങ്ങളെല്ലാം ഷർട്ടൂരി നിൽക്കുന്നത് കാണുന്നു. അവരുടെ എല്ലാം ശരീരത്തിൽ നോക്കുമ്പോൾ അങ്ങനൊരു തൃശൂലത്തിന്റെ ടാറ്റു ഇല്ല. അങ്ങനെ ആ തൃശൂലത്തെ പറ്റി അവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവളുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. താൻ എവിടെയോ ആ ടാറ്റു കണ്ടിട്ടുണ്ട്. അതും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കനകത്തിനെ കാണിച്ചുകൊണ്ടാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ് വീണ്ടും കാണിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലിനിടയ്ക്ക് ഒരാളാകട്ടെ മണ്ടാസക്കൊവ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ഡിഷ് ഉണ്ടാക്കുന്നു. അവിടെ വന്നിരുന്ന എല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എന്നാൽ ഒരു കുടിയനാകട്ടെ അത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. ഇത് കണ്ടത് ഉണ്ടാക്കിയ ആ കുക്കിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ കുടിയൻ കൈ കഴുകിയ ശേഷം അത് തുടച്ചിട്ട് പോയ തോർത്തും അയാൾ നിന്നിരുന്ന സ്ഥലത്തെ കുറിച്ച് മണ്ണുമൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് ഈ കുക്കാകട്ടെ രാത്രിയിൽ ഒരു മന്ത്രവാദം ചെയ്യുന്നു. അയാൾ ചെയ്ത ആ മന്ത്രവാദം കാരണം പിറ്റേന്ന് രാവിലെ ആ കുടിയൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. താൻ എവിടെയോ ആ തൃശൂലം കണ്ടുവെന്ന് കനകത്തിന് ഓർമ്മ വന്നില്ലേ? അത് മറ്റെവിടെയോ ആയിരുന്നില്ല. അവളും ചന്ദ്രികയും ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റൽ വന്ന സമയത്ത് അവളുടെ കൈതട്ടി കുറച്ച് ഫയൽസ് വീണിട്ടുണ്ടായിരുന്നു. അതിലൊരു ഫോട്ടോയിലാണ് അവൾ ആ തൃശൂലം കണ്ടത്. അവിടെ എത്തി അവൾ ആ ഫയൽസ് തിരയുമ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുന്നുണ്ട് ആ ഫയൽസ് ഇവിടെ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി വന്ന ഹനുമൻ എന്ന് പറയുന്ന ഡോക്ടറിന്റേതായിരുന്നു. അയാൾ അത് കൊണ്ടുപോയെന്ന്. അയാൾ വൈസാഖിലായിരുന്നു ഉണ്ടായിരുന്നത്. അയാളെ തേടി പോകണമെങ്കിൽ ഇവൾക്ക് ലീവ് വേണം. എന്നാൽ SI സത്യബാബു ഇത് അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമാണ്. SI അവിടെയില്ല. സത്യബാബുവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ അച്ഛന് സുഖമില്ലാന്നും തന്റെ അച്ഛൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് കത്തെഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ട് അവരൊരു കത്ത് വായിച്ച് സത്യബാബുവിനെ കേൾപ്പിക്കുന്നു. എന്നിട്ട് അവൾ 2 ദിവസത്തെ ലീവ് എടുത്ത് അവിടെ നിന്നും പോയി. എന്നാൽ സത്യബാബുവിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. കനകവും സാമ്പയും ചേർന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. കനകം നേരെ വൈസാഖിലെത്തി ആ ഹനുമൻ എന്ന് പറയുന്ന ഡോക്ടറെ കാണുമ്പോൾ അയാൾ ആ ഫയൽസ് കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. ആ ഫയൽസ് വിക്രം സിംഗ് എന്ന് പറയുന്ന ഒരാളുടേതായിരുന്നു. അയാളുടെ ശരീരത്തിലാണ് ആ തൃശൂലത്തിന്റെ ടാറ്റു ഉള്ളത്. അയാൾ താമസിക്കുന്നത് ഡൽഹിയിലാണ്. അയാൾക്ക് സ്പൈനൽ കോഡിന് ക്യാൻസർ ആണെന്നും അതിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടാണ് തന്റെ അടുത്ത് വന്നതെന്നും ഈ ഡോക്ടർ പറയുന്നു. ഡൽഹിയിലുള്ള ഒരാൾക്ക് തന്റെ ഗ്രാമവുമായിട്ട് എന്ത് കണക്ഷനാണ് ഉണ്ടാകുന്നതെന്ന് കനകത്തിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അവൾ ആ ഹനുമന്തിന്റെ അനുവാദമില്ലാതെ അതിൽ നിന്നും അഡ്രസ് കോപ്പി ചെയ്ത് ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. താൻ പോകുന്ന വിവരം സാമ്പയും അവൾ വിളിച്ചറിയിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് കാശൊന്നും തരാത്ത കാരണം തന്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് വിറ്റിട്ടാണ് അവൾ അവിടേക്ക് പോകുന്നത്. എന്നാൽ ഈ വിവരങ്ങളൊക്കെ എങ്ങനെയോ സത്യബാബു അറിയുന്നു. അയാൾ SI വിളിച്ചു പറയുകയും SI സാമ്പയെ വിളിച്ച് കുറെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. തന്നെ അറിയിക്കാതെ ലീവ് എടുത്ത കനകം ഈ അന്വേഷണമായിട്ട് പോയത് കാരണം അയാൾക്ക് സസ്പെൻഷൻ ലെറ്റർ തയ്യാറാക്കാനാണ് സാമ്പയോട് SI പറയുന്നത്. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് കനകമാകട്ടെ അവസാനം വിക്രം സിംഗിന്റെ അടുത്തെത്തി. അയാളെ കണ്ടപ്പോൾ തന്നെ ഒരു പോലീസാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഒരു ആർമിക്കാരനായിരുന്നു. അയാളുടെ ശരീരത്തിൽ പച്ചകുത്തിയിരിക്കുന്ന ആ തൃശൂലത്തെ പറ്റി അവൾ ചോദിക്കുമ്പോൾ നീ എന്തിനാ അതൊക്കെ ചോദിക്കുന്നതെന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നു. അവളെ തന്റെ ഗ്രാമത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഒടുവിൽ അയാള് തൃശൂലത്തിന്റെ കഥ പറയുകയാണ്. കാലൻ ടീമിലെ 25 അംഗങ്ങളും കേദാർനാഥ് വഴി പോകുന്ന സമയത്ത് അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായെന്നും ആ സമയം അവരെല്ലാവരും തീവ്രവാദികളോട് പോരാടിയെങ്കിലും അവരുടെ കൂട്ടത്തിലെ ആർക്കും തന്നെ ഒരു അപകടവും പറ്റിയില്ല. മാത്രമല്ല ആ ഒരു യുദ്ധത്തിൽ അവർ ജയിക്കുകയും ചെയ്തു. ഓർമ്മയ്ക്കായിട്ട് ശിവന്റെ തൃശൂലം അവരെല്ലാവരും അവരുടെ ശരീരത്തിൽ പച്ചകുത്തി. ധൈര്യശാലികളായ ആ 25 പേരുടെ ശരീരത്തിലും ആ ടാറ്റു ഉണ്ട്. ആ കൂട്ടത്തിൽ ആരോ ഒരാളാണ് തന്റെ ഗ്രാമത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കനകത്തിന് മനസ്സിലായി. അവൾ അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോസ് നോക്കുമ്പോൾ അതിൽ ആരെ അവൾക്ക് പരിചയമില്ല. പക്ഷേ അതിൽ 24 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 25ാമത്തത് ആരാണെന്ന് ചോദിക്കുമ്പോൾ വിക്രം സിംഗ് പറയുന്നുണ്ട് അതും സൗത്തിൽ നിന്നുള്ള ഒരാളാണ്. നിങ്ങളുടെ നാട്ടുകാരനാണെന്ന് തോന്നുന്നു. അയാൾ ഞങ്ങളുടെ കുക്കായിരുന്നു. അതുകൊണ്ടാണ് ഈ ഫോട്ടോയിൽ ഇല്ലാത്തത്. അയാളുടെ പേര് ഓർമ്മയുണ്ടോന്ന് ചോദിക്കുമ്പോൾ വിക്രം സിംഗിന് അയാളുടെ പേര് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ സ്ഥിരമായി ഉണ്ടാക്കുന്ന രുചിയേറിയ ഒരു ഡിഷിന്റെ പേര് അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. മണ്ടാസക്കോവ എന്നാണ് ആ ഡിഷിന്റെ പേര്. അതറിഞ്ഞതും അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വന്നു. അവൾ നേരെ തന്റെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അതേസമയം അവളുടെ സസ്പെൻഷൻ ലെറ്റർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാമ്പ. അയാൾ ഒരുപാട് സങ്കടത്തിലാണ്. സത്യബാബുവിന്റെ സന്തോഷം കണ്ട് അയാൾ സത്യബാബുവിനെ കുറെ വഴക്ക് പറയുന്നു. താനൊക്കെ പോലീസ് യൂണിഫോം ഇടുന്നത് തന്നെ വേസ്റ്റ് ആണെന്ന് പറയുന്നു. നമ്മൾ ഇത്രയും പേര് ഈ സ്റ്റേഷനിൽ ഉണ്ടായിട്ട് കേവലം ആ ഒരു പെൺകുട്ടി മാത്രമാണ് ധൈര്യത്തോടു കൂടി ആ അടവികുട്ട ഫോറസ്റ്റിലേക്ക് പോയത്. ഈ പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസിനെ പറ്റി അന്വേഷിച്ചത്. അവള് കാണിച്ച ധൈര്യത്തിന്റെ ഒരു അംശം പോലും നമ്മൾ ആരും കാണിച്ചിട്ടില്ല. ഇരിക്കുന്ന യൂണിഫോമിനോട് ഒരു ചെറിയ കൂറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കനകത്തിനെ സപ്പോർട്ട് ചെയ്ത് നിന്നേനെ. പക്ഷെ ഞാനിപ്പോ ഗതികിട്ട് അവളുടെ സസ്പെൻഷൻ ലെറ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ ഒരു രീതിയിൽ അത് ശരിയാണെന്ന് സത്യബാബുവിനും തോന്നാൻ തുടങ്ങി. തങ്ങൾ ഇത്രയും കാലം വെറുതെ എന്തൊക്കെയോ ജോലി ചെയ്യുകയായിരുന്നു. ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് ഒരു തരത്തിലുള്ള കൂറും കാണിച്ചിട്ടില്ല. ആ സമയം നാട്ടിലേക്ക് തിരിച്ചെത്തിയ കനകമാകട്ടെ നേരെ പോകുന്നത് ആ ഫോറസ്റ്റ് ഏരിയയിലേക്കാണ്. നദി കടന്ന് അവൾ ഉള്ളിലേക്ക് കടന്നപ്പോ അവിടെ ഒരാൾ മന്ത്രക്കളത്തിന്റെ നടുക്കിരുന്ന് പൂജകൾ ചെയ്യുന്നത് അവൾ കാണുന്നു. ഒരു വടിയമെടുത്ത് അയാളെ അടിക്കാൻ അവൾ ഓടിച്ചെല്ലുന്നുണ്ട്. പക്ഷെ അയാൾ അവളെ ദൂരേക്ക് വലിച്ചെറിയുന്നു. ആ പൊടികൾക്കിടയിൽ അവൾ അയാളുടെ മുഖം കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. അവിടെയാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെയും അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് തന്റെ മുന്നിൽ നിൽക്കുന്ന ആ പൂജകൾ ചെയ്യുന്ന ആളെ
കനകം കാണുന്നതാണ്. അത് മറ്റാരുമായിരുന്നില്ല, ആ ഗ്രാമത്തിലെ പ്രസിഡന്റ് ആയിരുന്നു. വിക്രം സിംഗ് തങ്ങളുടെ കുക്കുണ്ടാക്കിയ പ്രത്യേക ഡിഷിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ കനകത്തിന് ഏകദേശം ആളെ പിടികൂട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ആ മണ്ടാസക്കോവ എന്ന് പറയുന്ന ഡിഷ് അവരുടെ നാട്ടില് അത്രയും ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുന്നത് ആ ഗ്രാമത്തിലെ പ്രസിഡന്റ് ആണെന്ന് ഒരിക്കൽ അവിടുത്തെ പൂജാരി കനകത്തിനോടും ചന്ദ്രികയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കാലിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അയാൾ അവളെ കൈയോടെ പിടിച്ച് ആ മന്ത്രക്കളത്തിലേക്ക് ഇട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. ആ സമയം ആ കളത്തിൽ മറ്റൊരു പെൺകുട്ടി കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കംപ്ലൈന്റ് അനുസരിച്ച് ഇനിയെങ്കിലും ഈ കേസ് അന്വേഷിക്കണമെന്ന് കരുതിയിട്ട് സത്യബാബു ഈ കാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാൾ കൃത്യസമയത്ത് ഇവിടെ വരികയും ഈ പ്രസിഡന്റ് ചെയ്യുന്നതെല്ലാം കാണുകയും ചെയ്തത് കണ്ട് കനകത്തിനെ രക്ഷിക്കാൻ പ്രസിഡന്റിന്റെ തലയ്ക്ക് സത്യബാബു അടിക്കുന്നു. എന്നാൽ അയാൾക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. മന്ത്രങ്ങളുടെ ശക്തിയിലായിരുന്നു അയാൾ സത്യബാബുവിനെ അടിക്കാൻ തുടങ്ങി. ആ സമയം സ്വബോധം വീണ്ടെടുത്ത കനകമാകട്ടെ അവിടെ കിടന്ന സത്യബാബുവിന്റെ ബെൽറ്റ് കണ്ടിട്ട് അത് വെച്ച് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അതുവരെയും ഒന്നിനും പേടിക്കാതെ നിന്ന ആ പ്രസിഡന്റ് ഈ സൗണ്ട് കേട്ട് വല്ലാതെ പേടിക്കാൻ ആരംഭിച്ചു. അത് മനസ്സിലാക്കി കനകം ആ ബെൽറ്റ് കൊണ്ട് അയാളെ അടിക്കാൻ തുടങ്ങി. അടികൊണ്ട് അയാൾ അവശ നിലയിലെത്തി. കനകവും സത്യബാബുവും ചേർന്നിട്ട് അയാളെ കൈയോടെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് പോലീസുകാർ വടികൊണ്ടടിച്ചിട്ട് അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. അയാൾ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ കനകം ബെൽറ്റ് തന്നെ എടുത്തുകൊണ്ടുവന്ന് അയാളെ അടിക്കാൻ തുടങ്ങിയതും അയാൾ പേടിക്കാൻ തുടങ്ങി. ആ സമയം നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ആനന്ദറാവു എന്ന് പറയുന്ന ഒരാള് അയാളുടെ മകനെ അടിക്കുന്നത് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് കാണിച്ച അയാളുടെ അതേ മകൻ തന്നെയാണ് ഈ പ്രസിഡന്റ്. അവനവന്റെ അമ്മയെ കൊന്ന ശേഷം അയാൾ അവനെ ഒരുപാട് അടിച്ചിട്ടുണ്ടായിരുന്നു. ആഹാരം പോലും അയാൾ കൊടുത്തില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് അവന്റെ അമ്മയുടെ സഹോദരൻ അവനെ തേടിയെത്തി. ഇയാളെയായിരുന്നു നേരത്തെ മന്ത്രവാദം ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവന്റെ ഈ മാമൻ അവനെയും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. അവന്റെ മാമൻ നല്ലൊരു കുക്കായിരുന്നു. അയാൾ ഉണ്ടാക്കുന്ന പോലത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അവനെയും അയാൾ പഠിപ്പിച്ചു. അന്ന് അയാൾ ഉത്സവത്തിന്റെ സമയത്ത് ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയും അത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ആ കുടിയൻ അയാളെ അടിക്കുന്നതും എല്ലാം തന്നെ ഈ പ്രസിഡന്റ് തന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ പിറ്റേന്ന് ആ കുടിയൻ മരിച്ചു കിടക്കുന്നതും ഇവൻ കാണുന്നു. ഇതിനെപ്പറ്റി തന്റെ മാമനോട് വന്ന് അവൻ പറഞ്ഞപ്പോ അവന്റെ മാമന് ഒരു കൂസലുണ്ടായിരുന്നില്ല. കാരണം അയാൾ ചെയ്ത മന്ത്രത്തിന്റെ ഫലമായിട്ടാണ് ആ കുടിയൻ മരിച്ചതെന്ന് അവന്റെ മാമൻ അറിയാം. രാത്രികാലങ്ങളിൽ മാമൻ പോയി ചെയ്യുന്ന മന്ത്രവാദങ്ങളെല്ലാം തന്നെ അവൻ കാണുന്നുണ്ട്. തനിക്ക് ഇത് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധം പിടിച്ചപ്പോ അയാൾ അവന് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അയാളെപ്പോലെ നല്ലൊരു മന്ത്രവാദിയായി അവനും മാറി. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ അവന്റെ മാമന് വയ്യാതെയായി. അയാൾ ഏറ്റെടുത്ത പല കുക്കിംഗ് ജോലികളും അവനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒഡീഷയിൽ പോയിട്ട് ഒരിടത്ത് ആഹാരം പാകം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ മാമൻ അവനെ പറഞ്ഞുവിടുന്നു. എന്നാൽ അവിടെ പോയി കുക്കിങ്ങിനൊപ്പം അവൻ ചില താന്ത്രിക വിദ്യകൾ കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന അവനാകട്ടെ അതിനെപ്പറ്റി എല്ലാം തന്നെ തന്റെ മാമനോട് പറയുന്നു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. അവന്റെ മാമൻ മരിച്ചു. അതോടുകൂടി അവൻ ഒറ്റയ്ക്കായി. വീണ്ടും അവൻ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. അവൻ നന്നായിട്ട് ആഹാരം പാകം ചെയ്യുന്ന കണ്ടിട്ട് അവന്റെ അച്ഛന് അവനോട് ചെറിയൊരു വാത്സല്യമൊക്കെ തോന്നാൻ തുടങ്ങി. അടുത്തുള്ള ആർമി ക്യാമ്പില് ആഹാരം പാകം ചെയ്യാൻ ആരുമില്ലാന്ന് മനസ്സിലാക്കി അവന്റെ അച്ഛനാകട്ടെ അവൻ അവിടെ ജോലി വാങ്ങിക്കൊടുത്തു. എന്നാൽ എന്നും വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന അവനാകട്ടെ രാത്രികാലങ്ങളിൽ ഈ പൂജ നടത്തുന്നതെല്ലാം തന്നെ അവന്റെ അച്ഛൻ കാണുകയും അവനെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്യുന്നു. നീ ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടാ ഈ പൂജയൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുന്നത്. നീ പൂർണ്ണമായിട്ടും ആർമിയിലേക്ക് പോകണം. അതും പറഞ്ഞിട്ട് അയാൾ അവനെ ക്യാമ്പിൽ തന്നെ നിർത്തുന്നു. അങ്ങനെ ആർമിക്കാരുടെ കൂടെ അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവരുടെ കുക്കായിട്ട് അവനും കൂടി. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ അവന്റെ അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്ത അവനെ തേടിയെത്തി. ഗ്രാമത്തിലേക്ക് അയാൾ തിരിച്ചെത്തി. അവന്റെ അച്ഛൻ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരണമെന്നുള്ള ചിന്തയിലായിരുന്നു എല്ലാവരും. എന്നാൽ ഇവനെ പ്രസിഡന്റാക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങളുടെ സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. ആ ആക്സിഡന്റിൽ തനിക്ക് കാലിന് സ്വാധീനമില്ലാതായി എന്ന് ഡോക്ടറുമായിട്ട് ചേർന്ന് ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. അനിനി ഒറ്റയ്ക്ക് എന്തു ചെയ്യും, തന്നെ നോക്കാൻ ആരാണുള്ളതെന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇത് കണ്ട് മനസ്സിന് അലിവ് തോന്നിയ ജനങ്ങളാകട്ടെ അടുത്ത പ്രസിഡന്റായിട്ട് ഇയാളെ തന്നെ വരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ജനങ്ങളെ വിഡ്ഢിയാക്കി അവൻ പ്രസിഡന്റായി. പക്ഷെ അതിന് പിന്നില് വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. മരിച്ചുപോയ തന്റെ അമ്മയുടെ ആത്മാവിനെ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അമ്മയുടെ രാശിയിൽ ജനിച്ചു തന്നെ പെൺകുട്ടികൾ വേണം. അമ്പലത്തിൽ വന്ന് പെൺകുട്ടികൾ അർച്ചന കഴിപ്പിക്കുമ്പോൾ അവരുടെ ജന്മനക്ഷത്രം അവിടെ വിളിച്ചു പറയാറുണ്ട്. അതെല്ലാം നോട്ട് ചെയ്തിട്ട് തനിക്ക് പറ്റിയ പെൺകുട്ടികളെ പ്രസിഡന്റ് നോട്ടമിട്ട് വെക്കുന്നു. അങ്ങനെ രാത്രിയിൽ ഓരോ പെൺകുട്ടികളായിട്ട് ഇയാൾ തട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഇയാൾ പ്രതീക്ഷ പോലെ ആ മന്ത്രങ്ങൾ ഫലിച്ചില്ല. കാരണം ഇയാളുടെ മന്ത്രങ്ങൾ താങ്ങാനുള്ള ശക്തി ഒരു പെൺകുട്ടിക്ക് പോലും ഉണ്ടായിരുന്നില്ല. അവരുടെ ശരീരത്തിലേക്ക് അവന്റെ അമ്മയുടെ ആത്മാവിനെ കൊണ്ടുവരാനും അയാൾക്ക് പറ്റിയില്ല. കുട്ടികളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവർ നാട്ടിൽ പോയി ഇതൊക്കെ പറയുമെന്ന് പേടിച്ചിട്ട് അവരെ എല്ലാം അവിടെ വെച്ച് അയാൾ കൊന്നുകളയുകയും ചെയ്തു. ഈ സത്യങ്ങൾ കേട്ട് കനകം ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു. തന്റെ ചന്ദ്രികയും ഇതുപോലെ മരിച്ചുപോയി എന്ന് അവൾ കരുതാൻ തുടങ്ങി. പെൺകുട്ടികളുടെ ബോഡി കുഴിച്ചിട്ട സ്ഥലത്തേക്ക് കനക ഓടിച്ചെല്ലുന്നു. അവിടെ പരിശോധിക്കുമ്പോൾ കാണാതായ പെൺകുട്ടികളുടെ എല്ലാം തന്നെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ കൊലുസും ആഭരണങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കനകം അവിടെ ഒന്നും തിരഞ്ഞിട്ട് ചന്ദ്രികയുടെ ബോഡി അവൾക്ക് കിട്ടിയില്ല. അവൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുന്നു. പ്രസിഡന്റിനെ വീണ്ടും ക്രൂരമായിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. ചന്ദ്രികയെ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു. കാരണം ചന്ദ്രികയും നീ വിചാരിച്ച പോലുള്ള നാളിൽ ജനിച്ചതല്ലേ? എന്നാൽ അയാൾ പറയുന്നുണ്ട് ചന്ദ്രിക ആ നാളിൽ ജനിച്ചതല്ല. എന്റെ
എന്റെ അടുത്ത ലക്ഷ്യം നീയായിരുന്നു. നീയാണ് ആ നാളിൽ ജനിച്ച പെൺകുട്ടി. നിനക്ക് വേണ്ടിയാണ് ഞാൻ മന്ത്രക്കളങ്ങൾ ഒരുക്കി കാത്തിരുന്നത്. പക്ഷെ അന്ന് രാത്രി എനിക്ക് നിന്നെ കിട്ടിയില്ല. മന്ത്രക്കളം ഒരുക്കി കാത്തിരുന്ന എന്റെ അടുത്തേക്ക് വന്നതാകട്ടെ ബാബ്ജിയും. ബാബ്ജി അയാളെ ആ അവസ്ഥയിൽ കണ്ടതും അവൻ സത്യങ്ങൾ ജനങ്ങളെ അറിയിക്കുമെന്ന് കരുതിയിട്ടാണ് അവനെ മന്ത്രത്തിന്റെ ശക്തിയിൽ ബോധം കെടുത്തിയതും തേളിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്ന ശേഷം അവന്റെ മൃതദേഹം നദിയിൽ കൊണ്ട് കളഞ്ഞതും. ചന്ദ്രിക എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ചന്ദ്രികയുടെ എന്ന് കരുതി അവർ തുറന്നു നോക്കിയ കുഴിമാടത്തിലാകട്ടെ പന്നിയുടെ അസ്ഥികൂടവുമാണ് കണ്ടെത്തിയത്. മന്ത്രവാദത്തിന് വേണ്ടി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് പ്രസിഡന്റ് ആണെങ്കിൽ ചന്ദ്രിക എവിടെ പോയി? ആ ചോദ്യം അവശേഷിച്ചുകൊണ്ടാണ് ഈ സീരീസിന്റെ സീസൺ 1 അവസാനിപ്പിക്കുന്നത്. സീസൺ 2 ബാക്കി കഥയുള്ളത്. അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഈ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.